പ്രിയപ്പെട്ട കർഷകരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ തെങ്കാശിയിലാണുള്ളത്. അപ്പോൾ തെങ്കാശിയിൽ വൈവിധ്യമാർന്ന കൃഷിരീതികളാണ് ഈ ഗ്രാമത്ത് ചെയ്യുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റുകൾക്കാണ് ഈ ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണനയുള്ളത്. തമിഴ്നാട്ടിലെ തോവാള കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തെങ്കാശിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഭൂഗ്രാമങ്ങളാണ്. ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് മുല്ല, പിച്ചി, സൂര്യകാന്തി, ചെണ്ടുമല്ലി, ജമന്തി ഇങ്ങനെയുള്ള വിളകളൊക്കെ ഇഷ്ടം പോലെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ രമേശ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഈ ഒരു കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന കുറ്റിമുല്ലയാണ്. മുല്ലപ്പൂക്കൾക്ക് കേരളത്തിൽ വൻ ഡിമാൻഡാണ്. എന്നും ആവശ്യകതയുള്ള ഒരു പുഷ്പമാണ് മുല്ല എന്നത്. ഒരുപാട് പേര് പല ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കൊക്കെ അവരുടെ ഭാഗമായിട്ടൊക്കെ തലയിൽ വയ്ക്കാനും ഇഷ്ടദൈവങ്ങൾക്കൊക്കെ മാല ചാർത്താനും മുല്ലപ്പൂക്കൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, മുല്ലപ്പൂക്കൾ സംസ്കരിച്ച് പലതരത്തിലുള്ള പെർഫ്യൂം ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പൊതുവെ മുല്ലപ്പൂക്കൾക്ക് നല്ല ഡിമാൻഡാണ് കേരളത്തിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് ഒരുപാട് കുറ്റിമുല്ലപ്പൂക്കൾ വരുന്നത്. നന്നായിട്ട് കൃഷി ചെയ്തിട്ടുള്ള, കൃത്യമായിട്ട് ഇടയകലത്തിലൊക്കെ നന്നായിട്ട് നല്ല വളപ്രയോഗങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് എന്നും മൊട്ടുകളോടുകൂടി വളർന്നു നിൽക്കുന്ന കുറ്റിമുല്ല ചെടികൾ ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ സീസണിലും പൂക്കളില്ല എങ്കിലും അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്ന ഒരു മുല്ലച്ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് കർഷകനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. പോകാം വീഡിയോയിലേക്ക്. இது வந்து ஜாஸ்மின் மல்லிப்பூ. இது ஒரு மிஞ்சி போன இடத்துல வந்து இதில் ஒரு 80 மூடு இருக்கு. எனக்கு நல்லா வச்சா 5 கிலோ வரும். ஆனால் அந்த அளவுக்கு இப்போ வரமாட்டேங்குது. மருந்தடி ஓவராக இருக்குது, எல்லாமே இருக்கிறதுனால வரமாட்டேங்குது. இன்னைக்கு கூட ஒரு 4 பூ தான் இருந்துச்சு, அவ்வளோதான் இருக்குது. மருந்து இது வந்து இந்த மூடு போட்டால் இப்போ இந்த செடியை போட்டு 8 இயர்ஸ் ஆச்சு எனக்கு. 1 இயரில் செடி வச்சுருந்து 1 இயரில் இப்போ பூக்க ஆரம்பிச்சிடும். இதுக்கு ஆர்கானிக் போடலாம், பிஸ்ஸம்பில்லம் போடலாம், பிஸ்ஸம்பில்லம் எல்லாம் செய்யலாம். ப்ளஸ் என்னன்னா தண்ணி வந்து மந்த்லி 2 டைம்ஸ், மோர் தென் 20 days ஓகே. பட் இந்த மாதிரி இதாக இருக்கணும், കള இருக்கக்கூடாது. കള ഇല്ലാமல் இருந்தாൽ നല്ലതായിരിക്കും. ഇവിടെ മനോഹരമായ രീതിയിൽ തന്നെ കുറ്റിമുല്ലയുടെ നല്ലൊരു തോട്ടം അടിപൊളിയായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ്. ഈ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാഴ്ച തന്നെ വളരെ സന്തോഷകരമാണ്. കാരണം എന്താ പറയുക, നന്നായിട്ട് കളച്ചെടികളൊന്നും ഇല്ലാതെ നന്നായിട്ട് കളച്ചെടികൾ എല്ലാം പൂർണ്ണമായിട്ട് കിളച്ച് എല്ലാം ഉണങ്ങി കിടക്കുകയാണ്. അത് മെയിൻ ഗ്രൂപ്പ് മാത്രമേ ഇവിടെ നന്നായിട്ട് നിർത്തിയിട്ടുള്ളൂ. കുറ്റിമുല്ലയൊക്കെ നന്നായിട്ട് ഇവിടെ ബുഷായിട്ട് വെട്ടി നിർത്തിയിരിക്കുന്ന കാഴ്ച തന്നെ വളരെ ഭംഗിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു 2-3 ഇതുപോലുള്ള ബുഷായിട്ടുള്ള കുറ്റിമുല്ല ഉണ്ടെങ്കിൽ നമുക്കാവശ്യമായ ധാരാളം പൂക്കൾ കിട്ടും. കണ്ടോ, ഇവിടെ തന്നെ മുല്ലപ്പൂക്കളൊക്കെ ധാരാളം വിരിഞ്ഞു നിൽക്കുകയാണ്. ഇവിടുന്ന് വിപണിയിൽ തന്നെ ഏകദേശം 4000 രൂപ വരെ, നല്ല സീസണിലൊക്കെ 4000 രൂപ വരെ വിലയുണ്ട്. ഇതിന്റെ മണം തന്നെ ഒരു അപാര മണം. മുല്ലപ്പൂവിന്റെ മണം ഇഷ്ടമില്ലാത്ത ഒരു മലയാളിയും ഇല്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള നല്ല മണമുള്ള സൂപ്പർ പൂക്കളാണ് മുല്ലപ്പൂക്കൾ. ഇപ്പോൾ ഇതുപോലുള്ള കുറ്റിമുല്ലകൾ നട്ടു വളർത്തി നന്നായിട്ട് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് വെള്ള നിറത്തിലുള്ള മുല്ലപ്പൂക്കൾ നന്നായിട്ട് വിരിയിപ്പിക്കാൻ പറ്റും. അതുമാത്രമല്ല, കേരളത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന സ്ഥാപനം 1 ഹെക്ടർ സ്ഥലത്ത് കുറ്റിമുല്ല കൃഷി ചെയ്യുന്നതിന് വേണ്ടി 16,000 രൂപ സബ്സിഡിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ കുറ്റിമുല്ല കൃഷി ചെയ്യുന്നതിന് വേണ്ടി സഹായങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിതുപോലെ നട്ടു വളർത്തിക്കണം. എല്ലാവർക്കും എല്ലാ ദിവസവും ആവശ്യമുള്ള, എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പൂവാണ് ഈ കുറ്റിമുല്ല എന്ന് പറയുന്നത്. കുറ്റിമുല്ല കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂക്കൾ കൃഷി ചെയ്യാൻ പറ്റൂ. നല്ല സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നിടത്ത് അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് മൊട്ടുകൾ നമുക്ക് ഈ ചെടിയിൽ നോക്കിയാൽ തന്നെ ഒരുപാട് മൊട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റങ്ങളിലൊക്കെ മനോഹരമായ രീതിയിലുള്ള ബുഷായിട്ടുള്ള സൂപ്പർ കുറ്റിമുല്ലകൾ നമുക്ക് നട്ട് വളർത്താൻ പറ്റും. അതുപോലെ തന്നെ മുല്ലപ്പൂക്കൾ ധാരാളം ഉൽപ്പാദിപ്പിക്കാനും പറ്റും. ഇപ്പോൾ നല്ലൊരു വ്യവസായമാണ്. ഇപ്പം വനിതാ ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കുറ്റിമുല്ല കൃഷി ചെയ്യുകയാണെങ്കിൽ അതും വളരെ ലാഭകരമാണ്. ഇവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് നമ്മളെ രമേശ് ചേട്ടനാണ്. നമ്മൾ തെങ്കാശിയിൽ വന്നപ്പോൾ നമുക്ക് ചേട്ടനെയൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും മറക്കില്ല. വരും വർഷങ്ങളിലും നമ്മൾ തെങ്കാശിയിലെ ഈ കൃഷിയിടത്തിൽ വരും. അപ്പോൾ ഒരുപാട് കാർഷിക വിളകൾ നട്ട് നമുക്ക് മലയാളികൾക്ക് പലതരത്തിലുള്ള പൂക്കളും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനായിട്ടുള്ള പലതരത്തിലുള്ള പച്ചക്കറി വിളകളൊക്കെ നട്ട് ഒരുപാട് കാശ് സമ്പാദിക്കാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാവാൻ ഈശ്വരൻ അവസരം കൊടുക്കട്ടെ എന്ന് ഇതോടൊപ്പം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.